ജൂതന്മാരുടെ പുതുവർഷ ദിനമായ റോഷ് ഷഹാന ലോകമെമ്പാടുമുള്ള യഹൂദ സമൂഹത്തിന് വലിയ ആഘോഷവും ആത്മീയത നിറഞ്ഞ ദിനവുമാണ്. ഇത്തവണ പുതുവത്സരത്തോടനുബന്ധിച്ച് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനും ഇസ്രായേലി ജനതയ്ക്കും ലോകമെമ്പാടുമുള്ള യഹൂദർക്കും തന്റെ ആശംസ അറിയിച്ചിരിക്കുകയാണ്. എക്സ് വഴിയാണ് അദ്ദേഹം തന്റെ സന്ദേശം കൈമാറിയിരിക്കുന്നത്. ഇംഗ്ലീഷിലും ഹിബ്രുവിലും എഴുതിയ സന്ദേശത്തിന് മോദി നെതന്യാഹുവിനെ പ്രിയ സുഹൃത്ത് എന്ന് വിശേഷിപ്പിച്ചിരിക്കുകയാണ്. ഇന്ത്യ ഇസ്രായേൽ സൗഹൃദ ബന്ധങ്ങളുടെ ആത്മീയവും രാഷ്ട്രീയവുമായ അടുപ്പം എടുത്തു കാണിക്കുന്ന തരത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. മോദി തന്റെ സന്ദേശത്തിൽ സമാധാനവും പ്രതീക്ഷ, ആരോഗ്യം, സമൃദ്ധിയും നിറഞ്ഞ പുതുവത്സരം ലോകമെമ്പാടുമുള്ള ജൂതർക്ക് കൊണ്ടുവരട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇന്ത്യ ഇസ്രായേൽ സൗഹൃദത്തിന്റെ 21ാം നൂറ്റാണ്ടിന്റെ വളർച്ചയെ പ്രതിനിധീകരിക്കുന്ന തരത്തിൽ ലോക ജനതയ്ക്ക് മുന്നിൽ ശക്തമായ സന്ദേശമായിരുന്നു ഇത്. പുതുവത്സരത്തിന്റെ സന്ദർഭത്തിൽ സമാധാനത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയും മൂല്യങ്ങൾ മുന്നോട്ട് വെക്കുന്നതിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഈ സന്ദേശം വലിയ പ്രസക്തി ആർജിച്ചിരിക്കുകയാണ്. അതേസമയം മോദിയുടെ ആശംസകൾ പൊതുജനങ്ങളിൽ സന്തോഷവും സ്നേഹവും സൃഷ്ടിച്ചപ്പോൾ ഇസ്രായേൽ രാഷ്ട്രീയ സൈനിക രംഗത്ത് കടുത്ത പ്രസ്താവനകളാണ് ഉയരുന്നത്. ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേൽ പ്രതിരോധ സേനയെ അഭിസംബോധന ചെയ്തുകൊണ്ട് നടത്തിയ പ്രസംഗത്തിൽ ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കുക തന്നെ ലക്ഷ്യമാണെന്ന് ആവർത്തിക്കുകയാണ്. ഗാസ പട്ടണത്തിൽ തടവിലായിരിക്കുന്ന ഇസ്രായേൽ പൗരന്മാരെ സുരക്ഷിതമായി തിരിച്ചെത്തിക്കുമെന്നും ഇനി ഒരിക്കലും ഗാസ ഇസ്രായേലിന് ഭീഷണിയാകാൻ ഇടവരുത്തില്ലെന്നും അദ്ദേഹം ഉറപ്പു നൽകുകയാണ്. കഴിഞ്ഞ 2 വർഷങ്ങളായി നടക്കുന്ന സംഘർഷങ്ങൾ, പലസ്തീനിയൻ സായുധ ഗ്രൂപ്പുകളുടെ ആക്രമണങ്ങൾ, അതിന് പിന്നിലെ ഇസ്രായേൽ സൈനിക പ്രതികരണങ്ങൾ എന്നിവയുടെ പശ്ചാത്തലത്തിലാണ് ഈ പ്രസ്താവന.